നമസ്കാരം. കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള BSNL കളി മാറ്റിക്കളിക്കുകയാണ്. ഇപ്പോൾ 1,00,000 ടവറുകളാണ് ഉയരുന്നത്. ഇന്ത്യയിൽ മൊത്തത്തിൽ 1,00,000 ടവറുകളാണ് ഉയരുന്നത്. BSNL ശരിക്കും പറഞ്ഞാൽ ഉപഭോക്താക്കളുടെ ഇടയിൽ തിളങ്ങുന്ന ഒരു താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2.75 മില്യൺ പുതിയ സബ്സ്ക്രൈബേഴ്സാണ് മറ്റുള്ള നെറ്റ്വർക്കിൽ നിന്നും കൂടുതൽ ജിയോയിൽ നിന്നാണ് BSNLിലേക്ക് പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. ഈ കണക്ക് പറയുന്നത് ഇന്ത്യയിൽ മൊത്തത്തിലാണ്. കേരളത്തിൽ മാത്രം 3 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരാണ് BSNLിലേക്ക് പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. രാജ്യത്തെ സ്വകാര്യ ടെലികോം കമ്പനികളായ വോഡാഫോൺ ഐഡിയ, ജിയോ, എയർടെൽ തുടങ്ങിയ കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് BSNLിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിൽ ഇത്ര ഉയർച്ച ഉണ്ടായെന്ന് BSNL പറയുന്നു. കൂടാതെ ഇന്ത്യയിലുടനീളം 1,00,000 BSNL ടവറുകൾ ഉയരാൻ പോവുകയാണ്. ഇവയിൽ 5G സാങ്കേതികവിദ്യയും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ടവറുകളാണ് സ്ഥാപിക്കുക. ഇത്തരത്തിൽ BSNL നടത്തുന്ന മുന്നേറ്റം സ്വകാര്യ കമ്പനികൾക്ക് വൻ വെല്ലുവിളി സൃഷ്ടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കഴിഞ്ഞ 3-ാം തീയതി മുതലാണ് BSNL വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമായി മാറിക്കൊണ്ടിരിക്കുന്നത്. കമ്പനി വൈകാതെ 5G സേവനങ്ങൾ ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ജൂലൈയിലാണ് രാജ്യത്തെ സ്വകാര്യ ടെലികോം കമ്പനികൾ തങ്ങളുടെ നിരക്കുകൾ വർദ്ധിപ്പിച്ചത്. പ്രൈവറ്റ് കമ്പനികളായ ജിയോ, എയർടെൽ, വോഡാഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികളെല്ലാം ഒരേ സമയത്താണ് ചാർജുകളിൽ വർധനവ് വരുത്തിയത്. ഇതേ തുടർന്ന് BSNLിന് കൂടുതൽ വരിക്കാരെ ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ ഏകദേശം 2.75 മില്യൺ ഉപഭോക്താക്കളെയാണ് BSNL ഇന്ത്യ മൊത്തത്തിൽ ലഭിച്ചതെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത്തരത്തിൽ BSNL തിരഞ്ഞെടുത്തവരിൽ വലിയൊരു ഭാഗം ആൾക്കാരും സ്വകാര്യ നെറ്റ്വർക്കിൽ നിന്നും BSNLിലേക്ക് പോർട്ട് ചെയ്ത് വന്ന ആളുകളാണ്. എന്നാൽ പുതിയ സിം വിറ്റഴിച്ചതിൻ്റെ ഒരു കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ BSNL സിമ്മാണ് പുതിയ സിമ്മിലും വിറ്റഴിച്ചിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ BSNL സിം പോയത് കഴിഞ്ഞ ജൂലൈ മാസമാണ്. ഒരുപാട് ആൾക്കാർ BSNLിലേക്ക് പോർട്ട് ചെയ്യുന്നതിന് പകരം പുതിയൊരു സിം എടുത്ത് തങ്ങളുടെ ഭാഗത്ത് തങ്ങളുടെ ഏരിയയിൽ സിഗ്നൽ കിട്ടുന്നുണ്ടോ, തങ്ങളുടെ മൊബൈലിൽ സിഗ്നൽ 5G അല്ലെ 4G 3G പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റിംഗ് പരമായിട്ട് എടുത്ത ആൾക്കാരുമുണ്ട്. BSNLിൻ്റെ ജിയോയുടെ ഒരു സിം ഉപയോഗിക്കുന്ന ആൾക്കാർ BSNL സിമ്മും കൂടി എടുത്ത് യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അത്തരത്തിൽ BSNLിലേക്ക് പോർട്ട് ചെയ്ത് വന്ന ആൾക്കാരുമുണ്ട്. ഇത്തരത്തിൽ 3 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് BSNLിലേക്ക് അല്ലെങ്കിൽ BSNL പുതിയ കണക്ഷൻ എടുത്ത് BSNLിലേക്ക് വന്ന ആൾക്കാർ. എല്ലാ മാസവും കൃത്യമായി ജിയോ, എയർടെൽ, വോഡാഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികളുടെ പ്ലാൻ റീചാർജ് ചെയ്യാൻ വരുമാനമുള്ളവർ അതിൽ തന്നെ തുടരുന്നുമുണ്ട്. എന്നാൽ എല്ലാ മാസവും ഒരു എമൗണ്ട് നമുക്ക് ഒരു നിശ്ചിത എമൗണ്ട് റീചാർജിനായി മാറ്റി വെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ചാർജ് വർധന നിലവിൽ വന്ന അന്ന് മുതൽ നമുക്ക് ഒരു മാസം നമ്മൾ കരുതിയിരുന്ന എമൗണ്ടിൽ കൂടുതൽ നമുക്ക് ഒരു മാസം മാറ്റി വെക്കണം. അല്ലെങ്കിൽ 100-150 രൂപ എക്സ്ട്രാ മാറ്റി വെക്കാൻ നമുക്ക് പറ്റാത്ത ആൾക്കാർ എല്ലാവരും BSNLിലേക്ക് വരുന്നുണ്ട്. അപ്പം ചാർജ് വർധന മൂലം BSNLിന് ലാഭം കൈവരിച്ചു എന്ന് വേണം പറയാൻ. കാരണം BSNL ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടി. ഇനിയിപ്പോൾ എന്തായാലും BSNLിൽ നിന്ന് ഒരു 100 പേര് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 80% ആൾക്കാരും BSNL തന്നെ തുടരാനുള്ള സാധ്യതയാണ്. കാരണം BSNL ഡിസംബറോടുകൂടി എല്ലാ സ്ഥലത്തും 4G സൗകര്യം എത്തിക്കുന്നു എന്നൊരു വാർത്ത BSNLിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതെന്തായാലും ടാറ്റ കൺസൾട്ടൻസിയുമായിട്ട് ചേർന്നിട്ട് രത്തൻ ടാറ്റയൊക്കെ 15,000 കോടിയുമായി ബന്ധപ്പെട്ട ഒരു കരാറിലൊക്കെ ഏർപ്പെട്ട് അതെന്തായാലും നടത്തുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. BSNL അത് പുറത്തുവിട്ട വാർത്ത തന്നെയാണ്. അപ്പോൾ എന്തായാലും ഡിസംബറോടുകൂടി എല്ലാ സ്ഥലത്തും 4G എത്തുന്നതോടുകൂടി കുറേ അധികം ആൾക്കാർ BSNL 4G എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 1-2 സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കൊല്ലം, അതുപോലെ തന്നെ എറണാകുളം, കോട്ടയം, ആലപ്പുഴ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ലാതെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ദിവസം 4G വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ എത്തുന്ന മുറയ്ക്ക് നമുക്ക് BSNL ആ ഏരിയയിലുള്ള ആൾക്കാർ BSNLിലേക്ക് മാറിക്കൊണ്ടുമിരിക്കുന്നു. അത്തരത്തിലാണ് BSNLിൻ്റെ ഒരു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ BSNLിന് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിൽ വർധനയുണ്ടാകുന്നതായി കഴിഞ്ഞ ശനിയാഴ്ച കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞിരുന്നു. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 4G നെറ്റ്വർക്ക് തയ്യാറാക്കിയിരിക്കുന്നതിനാൽ ഇത് 5Gയിലേക്ക് മാറ്റാനുള്ള നടപടികൾ തുടരുകയാണെന്നും എന്നാൽ 4G നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നിടത്ത് ഉടനടി തന്നെ 5G സ്ഥാപിക്കാൻ കഴിയുന്ന വിധത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. എന്തായാലും BSNL അധികാരികൾ പറയുന്ന കാര്യങ്ങൾ എത്രയും വേഗം തന്നെ നടത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.